തലസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിന് വഴി തുറക്കാൻ അങ്കമാലി, എരുമേലി, ശബരി റെയിൽ തിരുവനന്തപുരത്തേക്ക് നീട്ടാനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് സർക്കാർ. തലസ്ഥാനത്തേക്ക് പാത നീട്ടാനുള്ള പഠനത്തിന് ബഡ്ജറ്റിൽ 2 കോടി അനുവദിക്കുകയും ചെയ്തു. നിലവിൽ എരുമേലി വരെയുള്ള പാത പത്തനംതിട്ട, പുനലൂർ, നെടുമങ്ങാട് വഴി വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടുകയാണ് ലക്ഷ്യം. ഇതിനുള്ള പഠനത്തിനും പദ്ധതിരേഖ തയ്യാറാക്കലിനും കേരളിനെ ചുമതലപ്പെടുത്തും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രയോജനം സംസ്ഥാനത്താകെ ലഭ്യമാകാൻ ശബരി റെയിൽ വിഴിഞ്ഞത്തേക്ക് നീട്ടേണ്ടത് ആവശ്യമാണ്. തുറമുഖങ്ങളിലേക്ക് റെയിൽ കണക്ടിവിറ്റി ഒരുക്കാനുള്ള റെയിൽ സാഗർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ കേന്ദ്ര ഫണ്ട് ലഭിക്കും. റാന്നി, പത്തനംതിട്ട, കോന്നി, പത്തനാപുരം, പുനലൂർ, അഞ്ചൽ, കിളിമാനൂർ, വെഞ്ഞാറമൂട്, നെടുമങ്ങാട്, കാട്ടാക്കട, ബാലരാമപുരം വഴി വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടാനാണ് പഠനം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് ബാലരാമപുരം സ്റ്റേഷനിൽ നിന്ന് ബ്രോഡ്ഗേജ് പാത നിർമ്മിക്കുന്നുണ്ട്. ഇതുമായി ശബരി പാതയെ ബന്ധിപ്പിക്കുന്നതാണ് പരിഗണനയിൽ. നിലവിലുള്ള തിരക്കേറിയ റെയിൽപാതയിലൂടെ കൂടുതൽ ചരക്ക് ട്രെയിനുകൾ ഓടിക്കാനുള്ള തടസ്സം മറികടക്കാനാണ് ശബരി പാതയെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന സമാന്തര പാതയാക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടിയാൽ അങ്കമാലി, മൂവാറ്റുപുഴ, എരുമേലി, പുനലൂർ, നെടുമങ്ങാട്, വിഴിഞ്ഞം ഗ്രീൻഫീൽഡ് റെയിൽ ചരക്ക് ഇടനാഴി നിർമ്മിക്കാനാവും. നിലവിലെ റെയിൽ ദേശീയപാതകൾ ജനസാന്ദ്രതയേറിയ മേഖലകളിലായതിനാൽ അവിടെ വ്യവസായ വികസനത്തിന് ഭൂമിക്ക് സാധ്യത കുറവാണ്. നെടുമങ്ങാട്, പുനലൂർ, പത്തനാപുരം, കോന്നി, റാന്നി, കാഞ്ഞിരപ്പള്ളി, തൊടുപുഴ, കോതമംഗലം താലൂക്കുകളിൽ സർക്കാർ പാട്ടത്തിന് കൊടുത്തിരിക്കുന്നതും അല്ലാത്തതുമായ എസ്റ്റേറ്റുകൾ വ്യവസായ സംരംഭങ്ങൾക്കായി ഏറ്റെടുത്താൽ തുറമുഖ അനുബന്ധ സംരംഭങ്ങൾ സംസ്ഥാനമാകെ വ്യാപിപ്പിക്കാനാവുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. വിഴിഞ്ഞത്തേക്ക് ശബരിപാത നീട്ടിയാൽ ആകെ 26 പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ ലഭിക്കും. കാട്ടാക്കടയും നെടുമങ്ങാടും വെഞ്ഞാറമൂടും കിളിമാനൂരും തിരുവനന്തപുരത്തിന്റെ ഉപനഗരങ്ങളായി വികസിക്കും. ഇവിടങ്ങളിൽ ഭൂമി ഏറ്റെടുപ്പിനും ചിലവ് കുറവാണ്. നിലവിലെ റെയിൽവേ ലൈനിൽ തടസ്സമുണ്ടായാൽ ബദൽ പാതയായും ഇത് മാറ്റാം. 1,00,000 മേൽ ജനസംഖ്യയുള്ള നഗരങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും റെയിൽവേ കണക്ടിവിറ്റി ഒരുക്കാനാണ് കേന്ദ്ര നയം. നെടുമങ്ങാട് നഗരത്തിൽ 62,000 ജനസംഖ്യയുണ്ട്. കിളിമാനൂർ, വെഞ്ഞാറമൂട്, നെടുമങ്ങാട്, കാട്ടാക്കട, ബാലരാമപുരം, വിഴിഞ്ഞം സ്റ്റേഷനുകളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് പരിഗണനയിലുള്ളത്. ഫീൽഡ് സർവേ അടക്കം നിരവധി ശാസ്ത്രീയ പഠനങ്ങൾക്ക് ശേഷമായിരിക്കും ഇത് അന്തിമമാകുക. 4,800 കോടിയാണ് അങ്കമാലി, എരുമേലി പാത വിഴിഞ്ഞത്തേക്ക് നീട്ടാനുള്ള ചെലവ്. കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ എരുമേലി ശബരി റെയിൽവേ പദ്ധതിയുടെ 50% ചെലവ് വഹിക്കാനും ഇതിനായി 1,900 കോടി രൂപ കിഫ്ബി വഴി നൽകാനും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. 1997-98 റെയിൽവേ ബഡ്ജറ്റിൽ ആദ്യമായി വിഭാവനം ചെയ്ത അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും മലയോര മേഖലകളുടെ സാമ്പത്തിക പുരോഗതിക്കും അത്യന്താപേക്ഷിതമായ ഒരു സുപ്രധാന പദ്ധതിയാണ്. 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റെയിൽപാത ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്രാമാർഗം ഒരുക്കുന്നതിനൊപ്പം എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ കിഴക്കൻ മലയോര മേഖലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ ഊർജ്ജം പകരുകയും ചെയ്തു. പദ്ധതി പൂർത്തിയാകുന്നതോടെ ദേശീയപാത 66 സ്ഥിതി ചെയ്യുന്ന അങ്കമാലിയെ പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ, പാലാ തുടങ്ങിയ പട്ടണങ്ങളുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ സാധിക്കും. പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ 8 കിലോമീറ്റർ ദൂരത്തേക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അങ്കമാലി മുതൽ കാലടി വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തെ നിർമ്മാണ പ്രവൃത്തികളുടെ ഏകദേശം 90% വർഷങ്ങൾക്ക് മുൻപേ പൂർത്തിയായിരുന്നു. ബാക്കിയുള്ള ദൂരത്തേക്കായി ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിപ്പിച്ചിരുന്നുവെങ്കിലും അവയുടെ കാലാവധി അവസാനിച്ചതിനാൽ നടപടികൾ വീണ്ടും ആദ്യഘട്ടം മുതൽ തുടരേണ്ട അവസ്ഥയിലാണ്. ഭൂമി ഏറ്റെടുക്കുന്നതിലെ തടസ്സങ്ങളും റെയിൽവേ ബഡ്ജറ്റിൽ ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്തതും കാരണം കഴിഞ്ഞ 25 വർഷത്തിലേറെയായി ഈ പദ്ധതി സ്തംഭനാവസ്ഥയിലാണ്. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ റവന്യൂ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇക്കാര്യം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ അറിയിക്കുവാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് റെയിൽവേ പദ്ധതിക്ക് വേണ്ടി പണം നൽകേണ്ടി വരുന്ന സാഹചര്യം ഒരു സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.